ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഉള്ളിയും ചിക്കനും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുരാന്നിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു 2.5 സബോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഇതുപോലെ ഒറ്റയാക്കിയിട്ട് എടുക്കണം. എങ്കിലാണ് ഈ പലഹാരം നന്നായിരിക്കുള്ളൂ. അടുത്തതായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടുന്ന എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ഉണക്കമുളകും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചതാണ്. ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ സ്പൂൺ അളവിൽ തന്നെ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിന് 1.25 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്കിത് കൈവച്ചിട്ട് ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മൈദ ഉള്ളിയേക്കാളും ചിക്കനേക്കാളും കൂടി നിൽക്കുകയും ചെയ്യരുത്, എന്നാൽ നല്ല പോലെ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം പോരാതെ വന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ നല്ല ടൈറ്റും അല്ല എന്നാൽ നല്ല ലൂസും അല്ല, ഈ ഒരു ഇടത്തരം പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈയുടെ ഉള്ളംകൈയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യരുത്, അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ പോവും. അതുപോലെ ഈ ഒരു മാവ് കട്ടിയായി പോവും. അങ്ങനെ വരാതെ നൈസായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വക്കും ഷേപ്പാക്കി കൊടുക്കരുത്. നമ്മൾ എങ്ങനെയാണോ കയ്യിൽ ഈ മാവ് എടുക്കുന്നത് ആ ഒരു ലെവലിൽ തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഞാൻ ചെയ്യുന്ന ഇതേപോലെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ആകുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരുമുരാന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി പലഹാരമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കാം. ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്, എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കുറച്ചധികം വെന്ത് കിട്ടുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗം കുറച്ച് നേരത്തേക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നല്ല പോലെ ക്രിസ്പി ആയിട്ട് മുരിഞ്ഞൊരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ അധികം എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കട്ടൻ ചായയുടെ കൂടെ വൈകിട്ട് നമുക്കിതുപോലെ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.